സുവിശേഷ ഭാഷ്യം യുവജന വീക്ഷണത്തിൽ വചനം വ്യാഖ്യാനം ചെയ്യുന്നത് ടോണി കുര്യൻ. ഇന്ന് ധനകാലം അവസാന ഞായർ. തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിൻ്റെ 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ മാമുദീസ. ജോർദാനിൽ എത്ര ആയിരങ്ങളുടെ സ്നാനം നടന്നിരിക്കണം, എന്നാൽ അവയിൽ ഒന്ന് മാത്രം നമുക്കായി എഴുതപ്പെട്ടിരിക്കുന്നു. അതാണ് യേശുവിൻ്റെ സ്നാനം. സ്നാനപ്പെട്ട വ്യക്തിയുടെയും അവിടെ നടന്ന അനുഭവത്തിൻ്റെയും സവിശേഷത കൊണ്ടാണത്. ഓരോ ദേവാലയത്തിലെയും ഓരോ ജ്ഞാനസ്നാന വേളയിലും ഈ അത്ഭുതമെന്ന് സംഭവിക്കുന്നു എന്നതല്ലേ സത്യം. പിതാവ് നമ്മെ ദത്തുപുത്രരാക്കി മാറ്റുന്നു. പുത്രൻ നമ്മെ തന്നോട് ഐക്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിക്കുന്നു. എന്നിട്ടും എന്തേ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടാതെ പോകുന്നു? ഇതാ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു സ്നാനം. അത് നടന്നത് AD 387 ഏപ്രിൽ 25 ഈസ്റ്റർ ദിനത്തിലായിരുന്നു. ആ സ്നാനം നടത്തിയത് ആംബ്രോസ് മെത്രാനായിരുന്നു. സ്നാനം സ്വീകരിച്ച വ്യക്തി അഗസ്റ്റിനും. ആരായിരുന്നു അഗസ്റ്റിൻ? മനിക്കേയൻ സിദ്ധാന്തത്തിലും നവീന പ്ലേറ്റോണിയൻ തത്വചിന്തയിലും അദൃശ്യനായി ജീവിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ മാനസാന്തരമായിരുന്നു ആ ദിവസം ജ്ഞാനസ്നാനം ആഘോഷമായി മാറിയത്. എന്തു ചെയ്യണമെന്നറിയാതെ പാപത്തിൽ അഴുതി വീണ നാളുകൾ അവനൊരു സ്വരം കേട്ടു. എടുത്തു വായിക്കുക. അവൻ പുതിയ നിയമം തുറന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ണുകളിൽ നിറച്ചു. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോൽപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിശ്വാസത്തിലോ അസൂയയിലോ വ്യാപിക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. അവൻ നിശ്ചയിച്ചുറപ്പിച്ചു, ഈ ജീവിതം ഇനി കർത്താവായ യേശുക്രിസ്തുവിനോട് മാത്രമായിരിക്കും. ഞാൻ സ്നാനം സ്വീകരിച്ച് 4 വർഷം കഴിഞ്ഞ് 391 അദ്ദേഹം വൈദികനായി. പിന്നെ മെത്രാനും വിശുദ്ധനുമായി നാം സ്വീകരിച്ച മാമുദീസ ഇതുപോലെ നമ്മുടെ ചരിത്രത്തെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം. ധനകാലത്തിലെ ഈ ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ വിളിയെക്കുറിച്ച് പരിചിന്തനം ചെയ്യാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ്. യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. പാലസ്തീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നീളം കൂടിയതുമായ നദിയാണ് ജോർദാൻ നദി. ഏകദേശം 200 പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോർദാനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ഹെർമോൺ മലയിൽ നിന്ന് ഉത്ഭവിച്ച് ഹുലയിൽ ഗലീലി തടാകങ്ങളിലൂടെ ചാവുകടയിൽ എത്തിച്ചേരുന്നു. ജോർദാനിൽ നിന്നുള്ള സ്നാനം ദൈവശാസ്ത്രപരവും ചരിത്രപരവുമായ പ്രാധാന്യമറിയിക്കുന്നതാണ്. കാനാൻ ദേശത്തേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവേശനം ജോർദാൻ കടന്നുള്ളതായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തിൽ പങ്കുചേരുകയായിരുന്നു യേശു. സ്വർഗരാജ്യ പ്രവേശത്തിന് ദേവജനം കടന്നു പോകേണ്ടത് ജ്ഞാനസ്നാനമാകുന്ന പുതിയ ജോർദാനിലൂടെയാണ്. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് സാമാന്യ ബുദ്ധിയെ നൈരുദ്യമായി തോന്നാം. കാരണം വലിയവൻ ചെറിയനാൽ സ്നാനം ചെയ്യപ്പെടുന്നു. ഈ വൈരുദ്ധ്യത്തിനപ്പുറം ഈ പ്രവൃത്തിയുടെ ആന്തരികതയിലേക്കാണ് സുവിശേഷകൻ നമ്മെ ക്ഷണിക്കുന്നത്. യോഹന്നാൻ നൽകിയിരിക്കുന്ന അനുതാപത്തിൻ്റെ സ്നാനം യേശുവിന് ആവശ്യമായിരുന്നില്ല. എന്നിട്ടും പാപഗ്രസ്തമായ മനുഷ്യവർഗത്തോട് താരതമ്യപ്പെടുവാൻ യേശു സ്നാനം സ്വീകരിക്കുന്നു. ഈ താരതമ്യപ്പെടൽ കാൽവരിയിൽ മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനുള്ള ബലിസ്നാനത്തിൻ്റെ മുന്നൊരുക്കമായിരുന്നു. പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവിൻ്റെ പ്രാവ് രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അറന്നിറങ്ങി എന്നത് ഏറെ ചിന്തകളെ ഉണർത്തുന്നു. പ്രാവിൻ്റെ രൂപത്തിൽ അറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം നൽകുന്ന വ്യാഖ്യാനം ഏറെ ശ്രദ്ധേയമാണ്. ആദ്യ ലോകത്തെ നശിപ്പിച്ച ജലപ്രളയത്തിനു ശേഷം പ്രത്യക്ഷപ്പെടുന്ന പ്രാവ് പ്രത്യാശ ഉണർത്തുന്നു. ജോർദാനിൽ യേശുവിൻ്റെ മാമുദീസായിലും അറന്നിറങ്ങുന്ന പ്രാവ് രക്ഷ ഇവനിലാണെന്നും വിളിച്ചോതുന്നു. ജലപ്രളയത്തിനു ശേഷം നോഹയുടെ കുടുംബത്തെ മാത്രം പ്രാവ് പെട്ടകത്തിൽ നിന്ന് പുതിയ ലോകത്തേക്ക് നയിച്ചെങ്കിൽ യേശുവിൻ്റെ മാമുദീസ വേളയിൽ പ്രാവിൻ്റെ രൂപത്തിൽ അറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് നയിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവ് പ്രസാദിച്ചവനാണ് യേശു. ആരാണ് എനിക്കായി പോകുക? ആരെയാണ് ഞാൻ അയക്കുക എന്ന ചോദ്യത്തിന് അങ്ങേ തിരുമനസ്സ് നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു എന്ന ഉത്തരം നൽകുകയാണ് ക്രിസ്തു. അതിൽ സംപൂരിതനാണ് പിതാവ്. അവിടുത്തെ തിരുവേഷ്ടം നിറവേറ്റുക എന്നതാണ് പുത്രൻ്റെ ബലി. ഇത് സ്നാനത്തെ പ്രതിബിംബിക്കുന്നു. കാൽവരിയിൽ പൂർത്തിയാക്കാനിരിക്കുന്ന ബലി ദൈവഹിതം നിറവേറ്റലിലെ പാരമ്യമാണ്. ഇതിനെക്കുറിച്ചാണ് ഈശോ എനിക്കൊരു മാമുദീസ മുങ്ങുവാനുണ്ടെന്ന് പറയുന്നത്. ജോർദാനിലെ സ്നാനം കാൽവരിയിൽ പൂർത്തിയാക്കാനിരിക്കുന്ന സ്നാനത്തിലേക്ക് നയിക്കുന്ന ചുവടുവയ്പ്പാണ്. അതിൽ പിതാവ് സംപൂരിതനാവുകയും ചെയ്യുന്നു.
യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലുള്ള പങ്കുചേരലാണ് ക്രൈസ്തവ സ്ഥാനം. അതുവഴിയായി നാം ഓരോ വലിയ ഭവനത്തിലെ അംഗമായി തീരുന്നു. പരിശുദ്ധ കന്യാമറിയവും സകല വിശുദ്ധരും രക്തസാക്ഷികളും അടങ്ങുന്ന മഹാകുടുംബത്തിലെ അംഗമാവുകയാണ്. നമ്മുടെ ആത്മാവിൽ പുത്രസ്വീകാര്യതയുടെ മായാത്ത മുദ്ര പതിപ്പിക്കപ്പെടുകയാണ്. ഈ വലുതും മഹത്വപൂർണമായ കുടുംബത്തിലെ അംഗത്വത്തിന് നമുക്ക് ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായിരിക്കാം. ഈ മുദ്ര നമുക്ക് ലഭിച്ചതിൽ നന്ദി പ്രകാശിപ്പിക്കാം. നമ്മുടെ കൃതജ്ഞതയുടെ കടപ്പാട് നമ്മുടെ സാക്ഷി ജീവിതം കൊണ്ട് നമുക്ക് നിറവേറ്റാം.